ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ശിഷ്യന്മാര് തമ്മിലുള്ള ഒരു തർക്കവും ഈശോ അതിനുശേഷം ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതുമാണ്. ഇവിടെ ഈശോ പറയുകയാണ്, തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, വിജാതിയരുടെ ഇടയിലുള്ളത് പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ഇടയിൽ. അല്ലെ, അവരുടെ ഇടയിലെ അധികാരം മറ്റുള്ളവർ ഭരിക്കുന്നതിന് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരിക്കുന്നത്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറയുകയാണ്. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് എനിക്ക് രാജ്യം നൽകിയതുപോലെ തന്നെ ഞാനും ഈ അധികാരം അല്ലെങ്കിൽ ഈ രാജ്യം നിങ്ങൾക്ക് നൽകുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈശോ അതിന്റെ ഏക ലക്ഷ്യം പറയുന്നുണ്ട്, സ്വർഗത്തിൽ എന്നോടുകൂടെ നിങ്ങൾ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെ, അവിടുത്തെ വിരുന്നില് നമ്മൾ ഒരുമിച്ച് പങ്കുകാരാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്കൊരു അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്, അതൊരു പക്ഷെ ഒരു കുടുംബനാഥന്റെ ആയിരിക്കാം, കുടുംബനാഥയുടെ സ്ഥാനമായിരിക്കാം, അല്ലെങ്കിൽ മകന്റെയോ മകളുടെയോ സ്ഥാനമായിരിക്കാം, അധ്യാപകന്റെ സ്ഥാനമായിരിക്കാം. ഈശോ പറയുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അധികാരങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവർ ശുശ്രൂഷിച്ച് സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കാണപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവർ, നോമ്പിലെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ജീവിതത്തിലുള്ള ചെറിയതാകട്ടെ വലുതാകട്ടെ സ്ഥാനമാനങ്ങളെല്ലാം ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിനിയോഗിക്കുന്നത്? നമ്മുടെ അധികാരങ്ങളെല്ലാം ഈശോ പറഞ്ഞ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണാൻ നമുക്ക് കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്